ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ശരാശരിയാണ്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? അപ്പോൾ തന്നേക്കുന്ന നമ്പറിൻ്റെ ഹാഫ് എടുക്കണം. 40യുടെ ഹാഫ് 20 ആണ്. 20 പ്ലസ് 0.5 അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 20.5 ആണ് ആൻസറായി വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത് സംഖ്യയുടെ പകുതി എടുക്കണം, പ്ലസ് 0.5 കൂടി ആഡ് ചെയ്യണം. ഈ സെയിം മോഡലിൽ ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ആദ്യത്തെ 70 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ഇപ്പം ഇവിടെ തന്നേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 70 ആണ്. ആദ്യത്തെ 70 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയും ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 70ൻ്റെ പകുതി 35. 35 പ്ലസ് 0.5, 35.5 ആണ് ആൻസർ. സംഖ്യയുടെ പകുതി പ്ലസ് 0.5 ആഡ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇരട്ട സംഖ്യകളാണ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആ നമ്പർ പ്ലസ് 1 ആഡ് ചെയ്യണം. ഇവിടെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 30 പ്ലസ് 1, 31 ആണ് ആൻസർ. സംഖ്യ പ്ലസ് 1 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ആ മോഡലിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? തന്നിരിക്കുന്ന നമ്പർ 40 ആണ്. 40 പ്ലസ് 1, 41 ആണ് ആൻസർ. ഒരു ക്വസ്റ്റ്യനും കൂടി ഈ മോഡൽ ചെയ്ത് നോക്കാം. ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? നമ്പർ പ്ലസ് 1, 75 ആണ് നമ്പർ തന്നിട്ടുള്ളത്. 75 പ്ലസ് 1, 76 ആണ് ആൻസർ. അടുത്തതെന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 75 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നേക്കുന്ന നമ്പർ തന്നെയാണ്. ഇപ്പോൾ 75 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ സംഖ്യ തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? തന്നിരിക്കുന്ന സംഖ്യ 40 തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? ഇവിടെ ശരാശരി തന്നിട്ടുണ്ട് 27. കണ്ടുപിടിക്കാനുള്ളത് വലിയ സംഖ്യയാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വലിയ സംഖ്യ ഈക്വൽ ടു ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1. വലിയ സംഖ്യ ഈക്വൽ ടു ശരാശരി 27 പ്ലസ് സംഖ്യ 4 മൈനസ് 1. 27 പ്ലസ് 3, 30 ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരി 50 പ്ലസ് 5 മൈനസ് 1. 50 പ്ലസ് 4, 54 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കാനുള്ളത്. ശരാശരിയും
ഇരട്ട സംഖ്യകളുടെ എണ്ണവും എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 30 ആയാൽ ചെറിയ സംഖ്യ ഏത്? അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ചെറിയ സംഖ്യ ഈക്വൽ ടു ശരാശരി മൈനസ് സംഖ്യ -1. ചെറിയ സംഖ്യ ഈക്വൽ ടു ശരാശരി മൈനസ് സംഖ്യ -1. ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ശരാശരി 30 മൈനസ് സംഖ്യ 5 -1. 30 മൈനസ് 4 26 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 75 ആയാൽ ചെറിയ സംഖ്യ ഏത്? ശരാശരി 75 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 75 മൈനസ് സംഖ്യ 6 -1. 75 മൈനസ് 5 70 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? ഇവിടെ വലിയ സംഖ്യ വേണം കണ്ടുപിടിക്കാൻ. വലിയ സംഖ്യ ഈക്വൽ ടു ശരാശരി പ്ലസ് സംഖ്യ -1. ഇതാണ് ഇക്വേഷൻ. ശരാശരി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25, സംഖ്യയും തന്നിട്ടുണ്ട് 5. അപ്പോൾ നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാം. വലിയ സംഖ്യ ഈക്വൽ ടു 25 പ്ലസ് 5 മൈനസ് 1. ഇരുപത്തഞ്ച് പ്ലസ് 4 29 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തുക കണ്ടുപിടിക്കാനാണ്. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത്? ശരാശരി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 25, സംഖ്യയുടെ എണ്ണം തന്നിട്ടുണ്ട് 5. അപ്പോൾ ഇവിടെ തുക കാണാൻ വേണ്ടിയിട്ട് ശരാശരിയുടെ ഇരട്ടി എടുക്കണം. ശരാശരി ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 25 ആണ് ശരാശരി. 25ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 50 ആണ്. 50 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എന്ത്? ഇവിടെ വ്യത്യാസം വേണം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വ്യത്യാസം ഈക്വൽ ടു 2 ഇൻറ്റു സംഖ്യ -1. സംഖ്യകളുടെ എണ്ണം തന്നിട്ടുണ്ട് 5, ശരാശരി തന്നിട്ടുണ്ട് 25. വ്യത്യാസം കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു 5 -1. 2 ഇൻറ്റു 4 8 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? വ്യത്യാസം കാണാൻ 2 ഇൻറ്റു
സംഖ്യ -1. 2 × 6 - 1, 2 × 5 10. 10 ആൻസർ. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 70. മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 72 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? ഇവിടെ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. വിഷയങ്ങൾ = കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. അപ്പോൾ ഇവിടെ കൂടിയ മാർക്ക് എത്രയാണ്? മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം 10 + 4 / ശരാശരി 72 - 70. കൂടിയ ശരാശരി എന്ന് പറഞ്ഞാൽ 72 -70. ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 14/2. 7 ആൻസർ.